ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കോക്കനട്ട് ഷെൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹാങ്ങിങ് പ്ലാന്റർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കോക്കനട്ട് ഷെൽസ് ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറത്ത് ചകിരിയുടെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതൊരു സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത്. നമ്മുടെ കോക്കനട്ട് ഷെല്ല് ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ ഇനാമൽ പെയിൻ്റാണ്. നമ്മുടെ കയ്യിൽ ഏത് കളർ പെയിൻറ്റ് ഉണ്ടെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. ഇനി പെയിൻറ്റ് അടിക്കാതെ വേണമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ഞാനിതിൻ്റെ പെയിൻ്റ് ഒന്ന് മാറ്റി റെഡ് കളറാക്കിയത്. അപ്പോൾ എല്ലാം പെയിൻ്റ് അടിച്ച് ഇവിടെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ആവശ്യമുള്ള ഒരു മെറ്റൽ റിംഗ് ആണ്. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ പഴയ ഫാനിൻ്റെ വല്ല പോർഷനും കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കോക്കനട്ട് ഷെൽസ് ഒക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു നൈലോൺ ത്രെഡ് വെച്ചിട്ട് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ ഷെൽസിനും ഓരോ വലുപ്പത്തിലായിട്ട് ത്രെഡ് എടുക്കുക. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കയറ് വെച്ചിട്ട് ഇതൊന്ന് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റലിൻ്റെ ഹുക്കോ അല്ലെങ്കിൽ ഹാങ് ചെയ്യുന്ന കയറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. നമ്മൾ ഈ കെട്ടിയതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ കോക്കനട്ട് ഷെൽസും ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നിന് താഴെ ഒന്ന് എന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓരോന്നും എൻഡ് ചെയ്യുന്നിടത്ത് കുറച്ച് അകലം ഇട്ടിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കെട്ടിയ നൈലോൺ ത്രെഡിൻ്റെ ഈ ബാക്കിയുള്ള ഭാഗമൊക്കെ കാണുമ്പോൾ ഇതിന് അത്രയും ഫിനിഷിംഗ് ആയിട്ട് തോന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ഷെൽസും ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാ നമ്മൾ ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്ന മണ്ണ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോക്കോ പീറ്റും അത് രണ്ടും കൂടെ മിക്സാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഈ ഷെൽസിലേക്ക് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനൊന്നും ഡ്രൈനേജ് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടില്ല. മണ്ണ് നിറച്ചതിന് ശേഷമാണ് ഡ്രൈനേജ് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ ഷെൽസും മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് മാത്രമല്ല വെക്കുന്നത്, പല ടൈപ്പ് പ്ലാന്റ്സ് എടുത്തിട്ടാണ് വെക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഷെൽസ് എല്ലാം നമ്മൾ പ്ലാന്റ് വെച്ച് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ പെയിൻറ്റ് മാറ്റിയത്. ബ്രൗൺ കളർ അത്രയും അങ്ങ് ഭംഗി തോന്നിയില്ല, അതുകൊണ്ടാണ് പിന്നെ റെഡ് കളർ പെയിൻറ്റ് കൊടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.